Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chako, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the second part of the topic, Procedure for Incorporation of a Public Limited Company, from the subject Corporate Regulations for BBA Semester 3 students of the Kerala University. We have already learned the first 4 procedures for the incorporation of a public limited company in lecture number 15. Here, this lecture number 16, we discuss about the rest of the procedures regarding the incorporation of a public limited company. So here, first of all, we discuss the fifth procedure for the incorporation of a public limited company, which is the filing of document and forms for registration. E-Form INC 7 is required to be filed as an application and declaration for incorporation of a company having memorandum, articles of association and details of subscribers as attachments. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഇൻകോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ 4 പ്രൊസീജിയേഴ്സും നമ്മൾ ലെക്ചർ 15-ൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ലെക്ചർ 16-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5 മുതൽ 11 വരെയുള്ള പ്രൊസീജിയേഴ്സാണ്. അതിൽ ആദ്യമായി 5-ാമത്തെ പ്രൊസീജിയർ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 5-ാമത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഇൻകോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചില ഡോക്യുമെൻസും രജിസ്ട്രേഷൻ ഫോംസും ഒക്കെ രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യുന്ന ഒരു ഘട്ടമാണ്. ഇതിലിവിടെ പറയുന്നത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അതോടൊപ്പം ഡീറ്റെയിൽസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ്, ഈ കമ്പനിയുടെ സബ്സ്ക്രൈബേഴ്സ് അഥവാ ഫസ്റ്റ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വിവരങ്ങളും ഇത്രയും കാര്യങ്ങളോടൊപ്പം E-Form INC 7-ൽ ഒരു ആപ്ലിക്കേഷനും ഒരു ഡിക്ലറേഷനും കമ്പനികാര്യ രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യണം. അതാണ് 5-ാമത്തെ പ്രൊസീജിയർ പറയുന്നത്. ഈ 5-ാമത്തെ പ്രൊസീജിയറിൽ പറയുന്നതിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്നിവ സമർപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. A physical copy of the printed memorandum and articles of association duly stamped, signed and dated is to be submitted separately with the registrar of companies. In the case of a public limited company, registration of articles of association and memorandum with the registrar is compulsory. ഇപ്പോൾ കമ്പനിയുടെ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ രജിസ്ട്രേഷനുള്ള ഫോംസ് സബ്മിറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ആ കമ്പനിയുടെ മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും കൂടി സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മെമ്മോറാണ്ടം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും അതിന് മതിയായ സ്റ്റാമ്പ് പതിച്ച് ഡേറ്റോടുകൂടിയുള്ള സിഗ്നേച്ചർ ഇട്ട് അതിൻ്റെ പ്രിൻ്റഡ് കോപ്പിയുടെ ഫിസിക്കൽ കോപ്പി ആണ് രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഹാർഡ് കോപ്പി സബ്മിറ്റ് ചെയ്യണമെന്നാണ് അതിൻ്റെ ചുരുക്കം. അപ്പോൾ ഇവിടെ പറഞ്ഞു ഡ്യൂലി സ്റ്റാമ്പ്ഡ് എന്ന് പറഞ്ഞു. ഡ്യൂലി സ്റ്റാമ്പ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ് രജിസ്ട്രേഷൻ കാര്യങ്ങൾക്കായിട്ട് നിശ്ചിത വിലയുള്ള സ്റ്റാമ്പുകൾ അതിനകത്ത് പതിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാകും കോർട്ട് ഫീ സ്റ്റാമ്പ്, രജിസ്ട്രേഷൻ സ്റ്റാമ്പ്, അങ്ങനെ പലതരത്തിലുള്ള സ്റ്റാമ്പുകൾ, സർക്കാർ സ്റ്റാമ്പുകളുണ്ട്. ആ സ്റ്റാമ്പുകൾ ഓരോ രജിസ്ട്രേഷനും എത്ര മൂല്യത്തിനുള്ള സ്റ്റാമ്പാണോ പതിക്കേണ്ടത് അത്തരത്തിലുള്ള സ്റ്റാമ്പുകൾ പതിച്ച് അതിനകത്ത് ഡേറ്റ് വെച്ച് ഒപ്പുവെച്ചതിന് ശേഷമാണ് സാധാരണ പല രജിസ്ട്രേഷൻ നടപടിക്രമങ്ങളും മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ ഇവിടെ കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെയും പ്രിൻ്റഡ് കോപ്പി എടുത്ത് ആ കോപ്പി സ്റ്റാമ്പ് പതിച്ച് മതിയായ നിയമം അനുസരിച്ചുള്ള സ്റ്റാമ്പ് പതിച്ച് ഡേറ്റോടുകൂടിയുള്ള ഒപ്പും വെച്ച് രജിസ്ട്രാർക്ക് പ്രത്യേകം സബ്മിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ കേസിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെയും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെയും രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. The second document to be submitted along with the memorandum and the articles of association is agreement. Any agreement that the company on incorporation proposes to enter into with any person for appointment as its managing director or whole-time director or manager is to be submitted. അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ
ഈ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എഗ്രിമെൻ്റ് കൂടി ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നതിനോടൊപ്പം ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സമയത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്ത് എഗ്രിമെൻ്റാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് ഒരു കമ്പനിയുടെ മാനേജറായിട്ടോ ഹോൾ ടൈം ഡയറക്ടറായിട്ടോ മാനേജിംഗ് ഡയറക്ടറായിട്ടോ ഒരു വ്യക്തിയെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏർപ്പെടാറുള്ള കരാറുകളുണ്ട്, അല്ലെങ്കിൽ നടത്താറുള്ള കരാറുണ്ട്. ആ കരാറ് കൂടി ഈ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നതിനോടൊപ്പം കമ്പനി കാര്യ രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. തേർഡ് ഡോക്യുമെൻ്റ് ഇസ് കോപ്പി ഓഫ് പവർ ഓഫ് അറ്റോർണി. General power of attorney on a judicial stamp paper of the appropriate value as applicable in the state, signed by all the subscribers in favor of one of them or any other person for making alterations etc. on their behalf in the memorandum and articles of association and other documents. മൂന്നാമതായി ആപ്ലിക്കേഷനോടൊപ്പം സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻ്റാണ് പവർ ഓഫ് അറ്റോർണിയുടെ കോപ്പി എന്ന് പറയുന്നത്. ആദ്യമായിട്ട് എന്താണ് പവർ ഓഫ് അറ്റോർണി എന്ന് നമുക്ക് മനസ്സിലാക്കാം. പവർ ഓഫ് അറ്റോർണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് മറ്റൊരു വ്യക്തിയെ ചുമതലപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളുടെ പേർക്ക് വസ്തു ഉണ്ട്, ആ വസ്തു അയാൾക്ക് വിൽക്കണം. പക്ഷേ വസ്തുവിൻ്റെ ഉടമസ്ഥൻ സ്ഥലത്തില്ല. അപ്പോൾ വസ്തുവിൻ്റെ കച്ചവടം നടക്കണമെങ്കിൽ ആ വസ്തു ഏത് വില്ലേജിലാണോ സ്ഥിതി ചെയ്യുന്നത് ആ വില്ലേജിൻ്റെ പരിധിയിൽ വരുന്ന രജിസ്ട്രാർ ഓഫീസിൽ പോയി രജിസ്ട്രാറിൻ്റെ മുമ്പേ സൈൻ ചെയ്ത് നൽകണമെന്നാണ്. ആ വ്യക്തി ഫിസിക്കലി പ്രസൻ്റ് അല്ല എങ്കിൽ ഈ രജിസ്ട്രേഷൻ നടക്കുകയില്ല, വിൽപ്പന നടക്കുകയില്ല. അതുകൊണ്ട് ഈ ഉടമസ്ഥന് വേണമെങ്കിൽ മറ്റാരെങ്കിലും താൻ ചെയ്യേണ്ട ഈ കർത്തവ്യം ചെയ്യാനായിട്ട് ചുമതലപ്പെടുത്താം. അതായത് തൻ്റെ പേരിലുള്ള ഉടമസ്ഥതയിലുള്ള വസ്തു വിൽക്കാൻ മറ്റൊരാളെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരു രേഖ തയ്യാറാക്കാം. ആ രേഖയ്ക്കാണ് പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്നത്. അപ്പോൾ ഏത് കാര്യമായാലും ഏത് ചുമതലകൾ നിർവഹിക്കാനാണെങ്കിലും മറ്റുള്ള ആളെ ചുമതലപ്പെടുത്തിക്കൊണ്ട് രേഖ തയ്യാറാക്കുന്നതിനെയാണ്, ആ രേഖയ്ക്കാണ് പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കമ്പനിയുടെ കേസിലും ഇത്തരത്തിലുള്ളൊരു ജനറൽ പവർ ഓഫ് അറ്റോർണി തയ്യാറാക്കണം. പവർ ഓഫ് അറ്റോർണി തയ്യാറാക്കാൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പറിൽ തയ്യാറാക്കണം. മാത്രമല്ല ആ സംസ്ഥാനം അംഗീകരിച്ചിട്ടുള്ള മൂല്യത്തിനുള്ള സ്റ്റാമ്പ് പേപ്പറിൽ വേണം ഇത് ജനറൽ പവർ ഓഫ് അറ്റോർണി തയ്യാറാക്കാൻ. ഇനി ഇവിടെ അടുത്ത ചോദ്യം, ആരുടെ പേർക്കാണ് ഈ പവർ ഓഫ് അറ്റോർണി തയ്യാറാക്കേണ്ടത്, അല്ലെങ്കിൽ ആ തയ്യാറാക്കുന്നത്? ഇവിടെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ സബ്സ്ക്രൈബേഴ്സ്, അതായത് ഫസ്റ്റ് ഷെയർ ഹോൾഡേഴ്സ്, ഇവരെല്ലാവരും തന്നെ ഈ പവർ ഓഫ് അറ്റോർണി തയ്യാറാക്കണം. ആരുടെ പേർക്കെന്ന് വെച്ചാൽ ഒന്നുകിൽ അവരുടെ ആരുടെയെങ്കിലും പേർക്ക് തന്നെ, അതായത് ഇപ്പോൾ ഒരു സബ്സ്ക്രൈബർ മറ്റൊരു സബ്സ്ക്രൈബറുടെ പേർക്കായാലും, അതല്ല ഈ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്ത മറ്റേതെങ്കിലും വ്യക്തിയുടെ പേർക്കായാലും പവർ ഓഫ് അറ്റോർണി തയ്യാറാക്കണം. എന്തിനാണ് ഈ പവർ ഓഫ് അറ്റോർണി തയ്യാറാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനോ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനിയുടെ രേഖകളിലോ എന്തെങ്കിലും മാറ്റങ്ങളോ മറ്റോ വരുത്തണമെങ്കിൽ ഇവരുടെ അഭാവത്തിൽ, ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ അഭാവത്തിൽ മറ്റുള്ളവരെ അത് ചെയ്യാൻ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള രേഖയാണ് ഈ പവർ ഓഫ് അറ്റോർണി ഇവർ ചെയ്യുന്നത്. കാരണം എപ്പോഴും ഈ സബ്സ്ക്രൈബേഴ്സ്, ഒരു കമ്പനിയെ സംബന്ധിച്ച് ചിലപ്പോൾ സബ്സ്ക്രൈബേഴ്സ് അനേകം വ്യക്തികൾ കാണും, പക്ഷെ അവരെല്ലാവരും ഫിസിക്കലി പ്രസൻ്റ് ആവണമെന്നില്ല. അപ്പോൾ അത്തരം അവസരങ്ങളിൽ അവർക്ക് വേണ്ടി മറ്റൊരാൾക്ക് ഈ എന്തെങ്കിലും കമ്പനിപരമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കണം. അതിനുവേണ്ടിയാണ് ഈ പവർ ഓഫ് അറ്റോർണി തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സ് പവർ ഓഫ് അറ്റോർണി തയ്യാറാക്കി, മറ്റൊരാളുടെ പേർക്ക് പവർ ഓഫ് അറ്റോർണി തയ്യാറാക്കി ഈ ആപ്ലിക്കേഷനോടൊപ്പം ഫയൽ ചെയ്യുമ്പോൾ ഭാവിയിൽ കമ്പനിയുടെ എന്തെങ്കിലും മെമ്മോറാണ്ടത്തിലോ ആർട്ടിക്കിൾസിലോ ഒക്കെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രേഖകളിലോ മാറ്റം വരുത്തണമെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവർ നേരിട്ട് വരണമെന്നില്ല. ചുമതലപ്പെടുത്തിയിരുന്ന ഈ വ്യക്തികൾക്ക് അത് ഒപ്പിട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ആവശ്യത്തിലേക്കാണ് പവർ ഓഫ് അറ്റോർണി സമർപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പവർ ഓഫ് അറ്റോർണിയുടെ ഒരു കോപ്പി കൂടി കമ്പനി അഞ്ചാമത്തെ പ്രൊസീജിയറിൽ, അഞ്ചാമത്തെ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഡോക്യുമെൻസും രജിസ്ട്രേഷനുള്ള ഫോംസും ഒക്കെ ഫയൽ ചെയ്യുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ ഈ പവർ ഓഫ് അറ്റോർണി കൂടി സമർപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. അപ്പോൾ അഞ്ചാമത്തെ പ്രൊസീജിയറിൽ ഏതൊക്കെ രേഖകളാണ് സമർപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോം INC
ഈ ഫോം INC 7നോടൊപ്പം ഒരു ആപ്ലിക്കേഷനും ഡിക്ലറേഷനും സമർപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൻഡ് അതർ ഡോക്യുമെൻറ്റ്സ് ഇതിൻ്റെയൊക്കെ ഒരു ഫിസിക്കൽ കോപ്പി സബ്മിറ്റ് ചെയ്യും. പിന്നെ എഗ്രിമെൻറ്റ് സബ്മിറ്റ് ചെയ്യും. അതായത് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ, ഹോൾ ടൈം ഡയറക്ടർ അല്ലെങ്കിൽ മാനേജറായിട്ടൊക്കെ അപ്പോയിൻറ്റ് ചെയ്ത വ്യക്തിയെ അപ്പോയിൻറ്റ് ചെയ്തതായിട്ടുള്ള കരാറുണ്ടെങ്കിൽ ആ കരാറിൻ്റെ ഒരു രേഖ കൂടി സമർപ്പിക്കും. അതിനോടൊപ്പം തന്നെ പവർ ഓഫ് അറ്റോർണിയുടെ കോപ്പി കൂടി സമർപ്പിക്കുക. എന്താണ് പവർ ഓഫ് അറ്റോർണി നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇത്രയും രേഖകളാണ് 5ാമത്തെ പ്രൊസീജിയറിൽ ആപ്ലിക്കേഷനോടൊപ്പം ഫയൽ ചെയ്യുന്നത്. 6th procedure is pre-certification. Form INC 22 and DIR 12 are required to be pre-certified by a company secretary or chartered accountant or cost accountant in whole time practice. 6ാമത്തെ പ്രൊസീജിയർ എന്ന് വെച്ചാൽ പ്രീ സർട്ടിഫിക്കേഷൻ ആണ്. അതായത് INC 22 എന്ന് പറഞ്ഞ ഫോമും DIR 12 എന്ന് പറഞ്ഞ ഫോമും ഇത് സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് അത് സർട്ടിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്, സാക്ഷ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഈ സാക്ഷ്യപ്പെടുത്തേണ്ടത് ഒരു കമ്പനി സെക്രട്ടറിയോ ഒരു ചാർട്ടേഡ് അക്കൗണ്ടോ ഒരു കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം. ഈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും കോസ്റ്റ് അക്കൗണ്ടൻറ്റും കമ്പനി സെക്രട്ടറിയൊക്കെ മുഴുവൻ സമയ പ്രാക്ടീസിലുള്ള, മുഴുവൻ സമയ സേവനത്തിലുള്ള ആൾക്കാരായിരിക്കണം. പാർട്ട് ടൈമായിട്ട് ചെയ്യുന്നവരായിരിക്കരുത്. മുഴുവൻ സമയ പ്രാക്ടീസിലുള്ള ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റ് അല്ലെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെ കമ്പനി സെക്രട്ടറി ഈ ഫോം INC 22 DIR 12 സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് സർട്ടിഫൈ ചെയ്തിരിക്കണം. 7th procedure is registration and filing fee. Promoters must make sure to remit to the registrar along with the forms and documents the prescribed registration fees. 7ാമത്തെ പ്രൊസീജിയർ എന്ന് വെച്ചാൽ രജിസ്ട്രേഷനും അതിനുള്ള ഫീ നൽകുന്നതുമാണ്, ഫയലിംഗ് ഫീ നൽകുന്നതുമാണ്. അതായത് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫയലിംഗ് ഫീ, രജിസ്ട്രേഷൻ ഫീ ഇതെല്ലാം നൽകുക എന്നുള്ളതാണ് 7ാമത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോമുകളും ഡോക്യുമെൻറ്റും ഒക്കെ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ ആവശ്യമായ ഫീയും ഫയലിംഗ് ഫീയൊക്കെ ഉൾപ്പെടെ അടച്ചു വേണം കമ്പനി രജിസ്റ്റർ ചെയ്യാൻ ആയിട്ടുള്ള നടപടിക്രമം നടത്താനായിട്ട്. അപ്പോൾ ഈ ഫയലിംഗ് ഫീയും രജിസ്ട്രേഷൻ ഫീയും അടയ്ക്കുന്നതിനെയാണ് 7ാമത്തെ പ്രൊസീജിയറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 8th procedure of incorporation of a public limited company is regarding the minimum paid up capital. The minimum paid up capital is 5 lakh rupees or such higher paid up capital as may be prescribed. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ച് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. ഇനി അതല്ല എങ്കിൽ ചില കമ്പനികൾക്ക്, ചില പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിന് അതിലും വലിയൊരു തുക പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഷ്കർഷിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ തുകയായിരിക്കണം മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 5 ലക്ഷം രൂപയായിരിക്കണം. ഈ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ഇഷ്യൂ വഴിയൊക്കെ നമ്മൾ ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം കമ്പനി സമാഹരിക്കുന്നു. ഇപ്പോൾ ഒരു കമ്പനിയുടെ, ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാണ്, ഇതൊന്നുമല്ല മനസ്സിലാകാൻ വേണ്ടി വളരെ ചെറിയ ഒരു ഉദാഹരണം. അതായത് ഒരു കമ്പനിയുടെ ഷെയറിന് മുഖവില എന്ന് പറയുന്നത്, ഫേസ് വാല്യൂ എന്ന് പറയുന്നത് വെറും 10 രൂപയാണെന്ന് വിചാരിക്കുക. ഈ കമ്പനി 10 രൂപയുടെ 100 ഷെയർ ഇഷ്യൂ ചെയ്തെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ആ കമ്പനിക്ക് ലഭിക്കേണ്ട തുകയെന്ന് പറഞ്ഞത് മുഖവിലയായ 10 ഗുണം എണ്ണം 100, അപ്പോൾ 1000 രൂപയാണ് ലഭിക്കേണ്ടത്. ഇതാണ് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്പനിയുടെ ഈ ഷെയറിൻ്റെ മുഖവിലയായ 10 രൂപ ഒറ്റയടിക്കായിരിക്കില്ല പിരിക്കുന്നത്. അത് പല ഘട്ടങ്ങളിലായിട്ടായിരിക്കും പിരിക്കുന്നത്. ചിലപ്പോൾ ആദ്യം 2 രൂപ വെച്ച് പിരിക്കുന്നു, പിന്നീട് ബാക്കി 3 രൂപ പിരിക്കുന്നു, അപ്പോൾ 5 രൂപയായി. അപ്പം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 രൂപ മുഖവിലയുള്ള ഷെയറിൽ എത്ര രൂപ പിരിച്ചു. ഇപ്പോൾ 10 രൂപ മുഖവിലയുള്ള ഷെയർ 100 എണ്ണം ഉണ്ട്, അപ്പോൾ 1000 രൂപയാണ് മൊത്തം പിരിക്കേണ്ടത്. അപ്പോൾ 10 രൂപയുള്ള ഷെയറിൽ 5 രൂപ പിരിച്ചു എന്ന് വിചാരിക്കുക. ഒരു ഷെയറിൻ്റെ പുറത്ത് 5 രൂപ വെച്ച് പിരിച്ചു. അങ്ങനെയാണെങ്കിൽ 5 ഗുണം 100, 500 രൂപ പിരിച്ചു. അപ്പോൾ ആ കമ്പനിയെ സംബന്ധിച്ച് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 500 രൂപയാണ്. ഇപ്പോൾ എല്ലാവർക്കും പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്താണെന്ന് ക്ലിയർ ആയി കാണും. 9th procedure, scrutiny of documents and forms by registrar. On receipt of the aforementioned documents,
Office of the Registrar of Companies will scrutinize them, and if found complete in all respects, the registrar will register the company and generate a CIN number, that is Corporate Identity Number. ഒൻപതാമത്തെ പ്രൊസീജിയർ പറയുന്നത് നമ്മൾ സമർപ്പിച്ച കമ്പനിയുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻകോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് മേൽ പറഞ്ഞതായിട്ടുള്ള പലവിധ രേഖകളും ഈ കമ്പനികാര്യ രജിസ്ട്രാർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ആ സമർപ്പിച്ച ഡോക്യുമെൻറ്റ്സ് എല്ലാം പരിശോധിക്കുകയാണ് ഈ ഒൻപതാമത്തെ പ്രൊസീജിയറിൽ രജിസ്ട്രാർ ചെയ്യുന്നത്. ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം പരിശോധിച്ചതിന് ശേഷം അവ എല്ലാ തലത്തിലും പൂർണ്ണമാണ്, കംപ്ലീറ്റ് ആണെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ, എല്ലാ പ്രൊസീജിയേഴ്സും പാലിച്ചിട്ടുണ്ട്, സമർപ്പിക്കേണ്ട രേഖകളെല്ലാം സമർപ്പിച്ചിട്ടുണ്ട്, അതെല്ലാം കംപ്ലീറ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ രജിസ്ട്രാർ കമ്പനിയെ രജിസ്റ്റർ ചെയ്യുകയും കമ്പനിക്ക് വേണ്ടി ഒരു CIN നമ്പർ ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ കൊടുക്കും. കമ്പനിയെ രജിസ്റ്റർ ചെയ്ത് ആ കമ്പനിക്കൊരു രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കും. അതാണ് CIN നമ്പർ എന്ന് പറയുന്നത്, കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ. ഇതാണ് ഒൻപതാമത്തെ പ്രൊസീജിയറിൽ നടക്കുന്നത്. 10th പ്രൊസീജിയർ, ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ബൈ രജിസ്ട്രാർ. The date given by the registrar in the certificate of incorporation will be the date of incorporation of the company, on which date of the company will be considered to have come into existence as a legal entity separate from its subscribers. പത്താമത്തെ പ്രൊസീജിയർ പറയുന്നത് കമ്പനി രജിസ്ട്രാർ കമ്പനിക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യുന്നത് സംബന്ധിച്ചാണ്. അപ്പോൾ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ആയിക്കഴിഞ്ഞാൽ ഇൻകോർപ്പറേറ്റ് ആകുന്ന ആ ദിവസത്തെ ഡേറ്റ് വെച്ചുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് കമ്പനിക്ക് രജിസ്ട്രാർ നൽകും. ഈ ഡേറ്റ് മുതലാണ് ആ കമ്പനി നിലവിൽ വരുന്നത്. അന്ന് മുതൽ ആ കമ്പനിക്ക് ആ കമ്പനിയുടെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള നിയമപരമായ ഒരു അസ്തിത്വം കൈവരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ ഒരു കമ്പനി രൂപമെടുക്കുകയാണ്. ആ കമ്പനിക്ക് പ്രത്യേക നിയമത്തിൻ്റെ മുമ്പിൽ പ്രത്യേക ഒരു വ്യക്തിത്വമുണ്ട്, ഒരു അസ്തിത്വമുണ്ട്. അത് തീർച്ചയായിട്ടും അതിൻ്റെ ഓണേഴ്സായ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് വ്യത്യസ്തവും പ്രത്യേകമായിട്ടുള്ള ഒരു അസ്തിത്വമാണ് കമ്പനിക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. ഇതാണ് പത്താമത്തെ പ്രൊസീജിയറിൽ നടക്കുന്നത്. 11th procedure, certificate of commencement of business. In order to commence business, the company has to get a certificate of commencement of business after its incorporation. 11ാമത്തതും അവസാനത്തെയും പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ആരംഭിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കലാണ് 11ാമത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ ഇൻകോർപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം, രജിസ്ട്രേഷനും ഫോർമേഷനും കഴിഞ്ഞതിന് ശേഷം കമ്പനിക്ക് ബിസിനസ് ആരംഭിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടി ലഭിക്കണം. അതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. ഇതാണ് ഏറ്റവും അവസാനത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ ലാസ്റ്റ് 7 procedures of incorporation of a public company. I hope all of you understood the second part of the topic, incorporation of a public limited company, quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.